ദേവദൂതൻ, സ്ഫടികം സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് റിലീസായത് വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ വരവേറ്റത്. ഓഗസ്റ്റ് 17 മണിച്ചിത്രത്താഴിന്റെ 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പ് റിലീസ് ചെയ്യും. പഴയ സിനിമകൾ ഉയർന്ന ദൃശ്യനിലവാരത്തിൽ കാണാൻ സാധിക്കുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ എന്താണ് റീമാസ്റ്ററിംഗ്, അതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നത് അറിയാൻ പലർക്കും കൗതുകമുണ്ടാവും. ഒരു പഴയ ചിത്രം ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് കൺവെർട്ട് ചെയ്ത് 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പ് തയ്യാറാക്കാൻ ശരാശരി 4.5 ലക്ഷം രൂപ ചെലവ് വരും. ഇത് തന്നെ തിയേറ്ററിൽ ഇറക്കാനുള്ള പതിപ്പാണ് തയ്യാറാക്കേണ്ടതെങ്കിൽ ചെലവ് പിന്നെയും കൂടും. 2023 സ്ഫടികം ഇങ്ങനെ ചെയ്ത് റിലീസ് ചെയ്യാൻ 1 കോടി ചെലവായെന്നാണ് വിവരം. 2011 കുറയ്ക്കുക 12 കാലത്താണ് പൂർണ്ണമായും മലയാള ചിത്രങ്ങൾ ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറുന്നത്. അതിനു മുൻപ് ഒരു സിനിമ ചിത്രീകരണം കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം പൂർത്തിയായാൽ ഫിലിമിൽ തന്നെയാണ് അതിന്റെ ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ നെഗറ്റീവ് പ്രിന്റ് എടുക്കുന്നത്. ഈ നെഗറ്റീവ് പ്രിന്റിൽ നിന്ന് മറ്റ് ഫിലിമുകളിലേക്ക് കോപ്പി ചെയ്ത് എടുക്കുന്നതാണ് പോസിറ്റീവ് പ്രിന്റുകൾ. ഇവയാണ് തിയേറ്റർ പ്രദർശനത്തിന് എത്തിക്കുന്നത്. നെഗറ്റീവ് പ്രിന്റ് മിക്കവാറും സൂക്ഷിക്കുക ലാബുകളിൽ തന്നെയാവും. ആദ്യകാലത്ത് ടിവിയിൽ കാണുന്നതിനായി ഈ ഫിലിമുകളിലെ സിനിമകൾ VHS പോലെയുള്ള ടേപ്പ് കാസ്റ്റുകളിലേക്ക് പകർത്തിയിരുന്നു. പക്ഷേ ഇതിന് ക്ലാരിറ്റി കുറവാണ്. പിന്നീട് ഡിജിബേറ്റ് കാസറ്റ്സ്, ഡിജിറ്റൽ ഫോർമാറ്റുകൾ, അങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ സിനിമകൾ കോപ്പി ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളെത്തി. പക്ഷേ അവയെല്ലാം ഫിലിമുകളെ ഡിജിറ്റൽ കൺവേർഷൻ മെഷീനുകൾ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ പകർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റലിന്റെ വരവോടുകൂടി ഒരു പരിധിവരെ ഫിലിമിൽ നിന്ന് പകർത്തുന്ന ചിത്രങ്ങൾ നല്ല നിലവാരത്തിലുള്ള കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും ഒട്ടേറെ പോരായ്മകളുണ്ട്. 4K റീമാസ്റ്ററിംഗ് വിവിധ ഘട്ടങ്ങളിലൂടെ ധാരാളം സമയമെടുത്ത് ചെയ്യുന്ന പ്രക്രിയയാണ്. പ്രാരംഭഘട്ടങ്ങൾ മുഴുവൻ ഫിലിം ലാബുകളിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യഘട്ടം ഫിലിം റീസ്റ്റോറേഷനാണ്. ഇതിൽ സിനിമയുടെ നെഗറ്റീവ് സിൻഡൽ ഫിലിം സ്കാനർ ഉപയോഗിച്ച് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. പരമാവധി നിലവാരത്തിലാണ് ഈ കൺവേർഷൻ നടത്തുക. അങ്ങനെ ലഭിക്കുന്ന ഡിജിറ്റൽ ഫയലിനെ വിവിധ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടുകൂടി പോരായ്മകൾ പരിഹരിച്ച് എടുക്കുകയാണ് അടുത്ത ഘട്ടം. ചിത്രത്തിന്റെ പൊട്ടലും പൊരിച്ചിലുകളും മാറ്റിയെടുത്ത് ക്ലിയറാക്കിയെടുക്കും. ലഭിക്കുന്ന നെഗറ്റീവിന്റെ ഗുണനിലവാരമനുസരിച്ച് ജോലി കൂടുകയും കുറയുകയും ചെയ്യും. ഫ്രെയിം ബൈ ഫ്രെയിം ഇതിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കളർ കറക്ഷൻ നടത്തുകയാണ്. ഫിലിമിലെ ചിത്രങ്ങളുടെ കളർ ചിലപ്പോൾ മങ്ങിയിട്ടുണ്ടാകും, പല സീനുകളിലും കളറിന് വ്യത്യാസങ്ങൾ വന്നിരിക്കാം. ഇവയെല്ലാം പരിഹരിച്ച് സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വർക്ക് ചെയ്തെടുക്കും. പിന്നെ അപ്സ്കേലിംഗ്, എൻഹാൻസ്മെന്റ് തുടങ്ങിയ പണികളാണ് ചെയ്യുക. സിനിമയിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യും. മൊത്തത്തിൽ ചിത്രത്തിന്റെ നിലവാരം പരമാവധി ഉയർത്തി എടുക്കും. ഇതിനൊപ്പം ശബ്ദത്തിന്റെ നിലവാരം ഉയർത്താനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരിയാക്കാനുമുള്ള പ്രവർത്തനങ്ങളും സമാന്തരമായി നടക്കും. ഓരോ സീനുകളും സൂക്ഷ്മതയോടെ ചെയ്യണമെന്നതിനാൽ മാസങ്ങളെടുക്കും ഒരു സിനിമ പൂർത്തിയാക്കണമെങ്കിൽ. തിയേറ്റർ റിലീസ് ചെയ്യാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുറച്ചു പണി കുറയും. എങ്കിലും വളരെ സമയമെടുത്ത് മാത്രമേ അതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റീമാസ്റ്ററിംഗിലൂടെ പഴയ ചിത്രങ്ങൾ മികച്ച നിലവാരത്തിൽ വീണ്ടും കാണാം എന്നതിലുപരി വേറെയും വിഷയങ്ങളുണ്ട്. ഫിലിം നെഗറ്റീവുകൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ നശിച്ചുപോകും. ഇത്തരത്തിൽ മലയാളത്തിൽ വലിയ വിജയങ്ങളായി സിനിമകളുടെ ഉൾപ്പെടെ നെഗറ്റീവ് പ്രിന്റുകൾ 75% ഉപയോഗശൂന്യമായിട്ടുണ്ടെന്നാണ് വിവരം. ഫിലിം പ്രിന്റുകൾ നശിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി താപനില ക്രമീകരിച്ച മുറിയും ഇടയ്ക്കിടെയുള്ള പരിശോധനകളും ആവശ്യമാണ്. കൊറോണ സമയത്ത് ലാബുകളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വന്നതോടെ കൃത്യമായ ക്രമീകരണങ്ങൾ ലഭിക്കാതെയാണ് മിക്ക ഫിലിമുകളും നശിച്ചതെന്നാണ് വിവരം. മുമ്പ് ഫിലിമുകൾ എടുത്ത് ക്ലീൻ ചെയ്തു ഓടിച്ചു നോക്കുകയും കോപ്പിയെടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതും നിന്നുപോയത് ഫിലിം മോശമാവാൻ കാരണമായി. ചിത്രങ്ങൾ നെഗറ്റീവിൽ നിന്നും പകർത്തി റീമാസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചാൽ പിന്നീട് ഫിലിമുകൾ നഷ്ടപ്പെട്ടാലും സിനിമകൾ മികച്ച നിലവാരത്തിൽ ഡിജിറ്റൽ ഫയലായി നിലനിൽക്കും. റീമാസ്റ്ററിംഗിലൂടെ മികച്ച ചിത്രങ്ങൾ വ്യക്തതയോടെ വരുന്ന തലമുറയ്ക്കും കാണാൻ സാധിക്കും. എത്ര കാലം കഴിഞ്ഞാലും അതേ ദൃശ്യനിലവാരത്തിൽ സിനിമകൾ കാണാം. ഒപ്പം സിനിമയെപ്പറ്റി പഠനവും ഗവേഷണവും നടത്തുന്നവർക്കും ഏറെ ഉപകരിക്കും. സിനിമകളിലെ ഡീറ്റെയിലിംഗുകൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ മലയാളത്തിലെ ചില പ്രമുഖ കമ്പനികൾ തങ്ങളുടെ പക്കലുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.